ഹലോ ഡിയർ വ്യൂവേഴ്സ്, നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സ്വന്തം വില കളയുന്ന ഒരു 8 കാര്യങ്ങളെ പറ്റിയാണ് കേട്ടോ. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ചില കാര്യങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മുടെ ചില മാനറിസംസ്, നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ചില സ്വഭാവങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ചിലത് നമ്മൾ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരുടെ മുൻപിൽ, മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മളെപ്പറ്റിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇതൊരു ഓഡിറ്റായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇതിൽ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇൻ ഫ്യൂച്ചർ അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാമല്ലോ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ ജസ്റ്റ് നമ്മുടെ മറ്റു വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു 8 കാര്യങ്ങളുണ്ടല്ലോ, ഈ 8 കാര്യങ്ങളല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒപ്പീനിയനും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും ഉണ്ടെങ്കിൽ പോലും അത് കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഏറ്റവും ആദ്യത്തെ പോയിൻ്റാണ്, ഒരു വ്യക്തിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അയാളുടെ പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ പറ്റി കൂടെ അയാളെ ഓർമ്മിപ്പിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ് ചോദിക്കുക. അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. എല്ലാ വ്യക്തികൾക്കും അവരുടെ ജീവിതത്തിൽ അവരെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ അവർ ഒരു മൂന്നാമതൊരാളോട് ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത, നമ്മുടെ ശരീരത്തിനെ പറ്റിയും നമ്മുടെ മനസ്സിനെ പറ്റിയും നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയും ജീവിത സാഹചര്യങ്ങളെ പറ്റിയൊക്കെ വേറൊരു വ്യക്തിയുടെ മുൻപിൽ ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. ആ കാര്യങ്ങളെ പറ്റി അയാളുടെ അനുവാദമില്ലാതെ അയാളിലേക്ക് ഇടിച്ചു കയറി ചെന്ന് സംസാരിക്കുന്നതും അപ്ഡേറ്റ് ചോദിക്കുന്നതും ഒക്കെ നമ്മുടെ സ്വന്തം വില തന്നെ ഇല്ലാതാക്കുകയുള്ളൂ കേട്ടോ. ഒരു വ്യക്തിയുടെ ശരീരത്തെ പറ്റി, അല്ലെങ്കിൽ അയാളുടെ ഇഷ്ടങ്ങളെ പറ്റി, അയാൾ ധരിക്കുന്ന വസ്ത്രങ്ങളെ പറ്റി, അയാളുടെ നിറം, അയാളുടെ മുടി, അയാളുടെ വണ്ണം, തടി, അയാളെ പറ്റിയുള്ള എന്ത് കാര്യവും ഒരു പരിധിയിൽ കൂടുതൽ ആ ആളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഏതൊരു വ്യക്തിക്കും ഇഷ്ടമുള്ള കാര്യമല്ല. അയാളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ട്രോമകൾ, അയാളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ലോസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ഒരു മൂന്നാമതൊരാൾ അയാളോട് ഇടയ്ക്കിടയ്ക്ക് ഡിസ്കസ് ചെയ്യുന്നതും അയാളെ ഓർമ്മപ്പെടുത്തുന്നതും അതിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള മറ്റ് സംസാരങ്ങളും ഒരിക്കലും അയാളുടെ മുമ്പിൽ നമുക്കൊരു വില തരില്ല എന്നുള്ളതാണ്. രണ്ടാമത് പറയാനുള്ള ഒരു കാര്യമാണ്, ഈ സീക്രട്സ് എന്ന് പറയുന്നതില്ലേ, അത് പാലിക്കാത്ത മനുഷ്യർ, അല്ലെങ്കിൽ അത് ഒരു 10 പേരോട് പറഞ്ഞു നടക്കുന്ന ആളുകളെ ഒരാൾക്കും ഒരു വിലയും ഉണ്ടാവില്ല എന്നുള്ളതാണ്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അവൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതൊരു 10 പേരറിയും, അല്ലെങ്കിൽ അവളുടെ അടുത്ത് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ, അത് ലോകത്തിലുള്ള സകല മനുഷ്യന്മാരുടെ അടുത്തും പറഞ്ഞില്ലെങ്കിൽ അവൾക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മളൊരു വ്യക്തിയോട്, അല്ലെങ്കിൽ നമ്മളോട് ഒരു വ്യക്തി ഒരു സീക്രട്ട് പറയുകയാണ്, നീ ഇത് നിൻ്റെ മനസ്സിൽ തന്നെ വെച്ചേക്കിട്ടോ, ആരുടെടുത്തും പറയണ്ട എന്ന് പറയുകയാണെങ്കിൽ അത് മൂന്നാമതൊരാളുടെ അടുത്തേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ ഈ വ്യക്തിയോട് കാണിക്കേണ്ട ഏറ്റവും മിനിമം മര്യാദയാണ് എന്നുള്ളതാണ്. അതൊരു കോമൺ സെൻസാണ്. ഇനിയിപ്പോൾ പറയരുത് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും വേറൊരാൾ നമ്മളോട് പറഞ്ഞ കാര്യം നമുക്ക് പാടി നടക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് നമ്മളുടെ അടുത്ത് പറഞ്ഞത് എന്തിനാണ്? നമ്മളുടെ അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അതൊരു ഗ്രൂപ്പായിട്ട് ഇരിക്കുമ്പോഴോ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാവരും കൂടെ ഇരിക്കുമ്പോഴായിരിക്കും അവരത് ഷെയർ ചെയ്യുക. പകരം നമ്മളോട് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് നമ്മുടെ കംഫർട്ട് സോണിൽ, അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത്, നമ്മുടെ സർക്കിളിൽ അത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ്. സീക്രട്സ് കീപ്പ് ചെയ്യാത്ത മനുഷ്യർ ഈ പറഞ്ഞ പോലെ വാ മൂടിക്കെട്ടാത്ത കുടത്തിന് തുല്യമാണ് എന്നാണ് പറയുക. അത് എപ്പോഴും ഇങ്ങനെ ചോർന്നുകൊണ്ടേയിരിക്കും. ആ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഏറ്റവും മോശം സ്വഭാവമാണ്. ചെറുപ്പത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൗമാരകാലത്തിലൊക്കെ, അല്ലെങ്കിൽ ഒരു 10-20 വയസ്സ് 25 വയസ്സിന് മുന്നേയൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ കൗതുകം കാരണം, നമ്മളുടെ ഒരു ആങ്സൈറ്റി ഒക്കെ കാരണം ഒക്കെ ചിലപ്പോൾ നമ്മളൊരു മൂന്നാമതൊരാളുടെ അടുത്തോ അല്ലെങ്കിൽ കുറച്ച് പേരുടെ അടുത്തൊക്കെ പറഞ്ഞിരിക്കാം. പക്ഷേ നമ്മളൊരു അഡൾട്ട്ഹുഡിൻ്റെ മെയിൻ സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് കാണിക്കേണ്ട ഒരു മിനിമം മര്യാദ, അല്ലെങ്കിൽ മിനിമം മെച്യൂരിറ്റി ലെവൽ എന്ന് പറയുന്നത് തന്നെയാണ് ഈ സീക്രട്സ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിയുള്ള അപ്ഡേറ്റ്സ്, മറ്റുള്ളവരുടെ കാര്യങ്ങൾ വേറൊരാളിൽ നിന്ന് നമ്മൾ അറിഞ്ഞത് പാടി നടക്കാതിരിക്കുക എന്നുള്ളത് കേട്ടോ. അടുത്തൊരു പോയിൻ്റാണ്, അതായത് മൂന്നാമത്തെ പോയിൻ്റാണ്, ഓവർ ഷെയർ ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? അവരെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും, അവരുടെ ഫ്യൂച്ചർ പ്ലാൻസും, അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും, അവർ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളും, അവരുടെ കുടുംബത്തെയും അവരുടെ ജീവിതത്തെയും അവരുടെ സുഹൃത്ത് ബന്ധങ്ങളെയും സുഹൃത്തുക്കളുടെ കാര്യങ്ങളുമൊക്കെ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു നടക്കുക, അല്ലെങ്കിൽ ഓവർ ഷെയർ ചെയ്യുക. നമ്മുടെ കംഫർട്ട് സോണിലുള്ള ഒരു 1-2 ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ അടുത്തല്ലാതെ പരിചയപ്പെടുത്തുന്ന എല്ലാവരുടെ അടുത്തും ലൈഫിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നമ്മുടെയും നമ്മുടെ ചുറ്റുമുള്ളവരുടെയും ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓവർ ഷെയർ ചെയ്ത് പറഞ്ഞു നടക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീക്രട്സ് കീപ്പ് ചെയ്യാത്ത മനുഷ്യരുടെ അതേ ഒരു വില തന്നെയായിരിക്കും ഇങ്ങനെയുള്ളവർക്കും കിട്ടുക എന്നുള്ളതാണ്. ആളുകൾക്ക് ചിലപ്പോൾ നമ്മളെ പറ്റിയുള്ള എല്ലാ കാര്യവും കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ എൻ്റെ അമ്മയൊക്കെ പറയുന്ന ഒരു ഡയലോഗുണ്ട്, നട്ടോടം മുതൽ മുളച്ചോടം വരെ പറയുക എന്ന് പറയും. നമ്മൾ നട്ടോടം മുതൽ മുളച്ചോടം വരെ എല്ലാവരുടെ അടുത്തും പറയേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മുടെ കഥ കേട്ടിരിക്കാൻ താല്പര്യമില്ല.
പണ്ടൊക്കെ ചിലപ്പോൾ താല്പര്യം ഉണ്ടായിരിക്കും, പക്ഷേ മാറി വരുന്ന ഈ കാലഘട്ടത്തിൽ ആളുകൾക്ക് എല്ലാവർക്കും തിരക്കുകളാണ്. എന്തൊരു കാര്യമാണെങ്കിലും ക്യാപ്സ്യൂൾ രൂപത്തിൽ കേൾക്കാനാണ് ആളുകൾക്ക് താല്പര്യം. ഏറ്റവും മിനിമം ആയിട്ട് പറയുന്നു, എത്രയും കുറവ് എന്താണോ എവിടെയാണോ ലഭിക്കുന്നത് അങ്ങോട്ടേക്കാണ് നമുക്ക് ചായ്വ് കൂടുതൽ വരിക. നമ്മൾ ഏറ്റവും മിനിമമായിട്ട് മറ്റുള്ളവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുക. ബാക്കി കാര്യങ്ങൾ നമ്മുടെയും നമ്മുടെ കുടുംബത്തിൽ നമ്മളെ അടുത്തറിയുന്ന 1, 2, 3 വ്യക്തികളുടെ ഉള്ളിൽ തീരേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും. പകരം അറിയുന്ന എല്ലാ ആളുകളോടും, അറിയുന്ന സകല മനുഷ്യന്മാരോടും നമ്മുടെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മുഴുവൻ കാര്യങ്ങളും പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് ഒരു വില പോകാതിരിക്കാൻ ചെയ്യാൻ പറ്റുന്ന കാര്യം കേട്ടോ. 4ാമത്തെ പോയിന്റാണ്, ചില വ്യക്തികളെ പറ്റി നമ്മുടെ മനസ്സിലൊരു ധാരണ ഉണ്ടാവില്ലേ, അവൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ അവളുടെ അടുത്ത് നിന്ന് എല്ലാം നടക്കും, എന്ത് പറഞ്ഞാലും കേൾക്കും, അവൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല, അവൾക്കെല്ലാം ഓക്കെ ആയിരിക്കും, അവൾക്ക് അങ്ങനെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടൊന്നുമില്ല, എന്ത് പറഞ്ഞാലും ചെയ്യും, എപ്പോൾ പറഞ്ഞാലും ചെയ്യും, അങ്ങനെയുള്ള ആളുകളാണ്. വില കളയാൻ ഇതിലും വേഴ്സ്റ്റായിട്ടൊരു ക്യാരക്ടർ ഇല്ല എന്ന് തന്നെ പറയാം. ക്യാരക്ടർ എന്നല്ല, അങ്ങനെയുള്ള വ്യക്തികൾക്ക് വ്യക്തിത്വമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അവർക്കൊരു വോയിസ് ഇല്ല. നോ പറയേണ്ടടുത്ത് നോ പറയണം, യെസ് പറയേണ്ടടുത്ത് യെസ് പറയണം, ചൂസ് ചെയ്യേണ്ട സമയത്ത് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഏതായാലും കുഴപ്പമില്ല എന്നുള്ള ഡയലോഗ് ചെയ്യാതിരിക്കുക. പിന്നെ ഈ പറയുന്ന പോലെ തന്നെയാണ്, ഏതൊരു സമയത്തും ഏതൊരു കാര്യവും എല്ലാവർക്കും ചെയ്തു കൊടുക്കുക. അങ്ങനെയുള്ള ആളുകളുണ്ട് കേട്ടോ. ഒരു വില ഉണ്ടാവില്ല എന്ന് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മൾ ആ വ്യക്തിയോടുള്ള സ്നേഹം കാരണം, അല്ലെങ്കിൽ അവരും കൂടി സക്സസ് ആവട്ടെ എന്നുള്ള ഒരു ആഗ്രഹം കാരണമായിരിക്കും അവരെ ആ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ. പക്ഷേ ഇൻ ഫ്യൂച്ചർ അല്ലെങ്കിൽ പോകെ പോകെ ആ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വില കളയാൻ തന്നെ ഉപകരിക്കുള്ളൂ എന്നുള്ളതാണ്. പകരം ഈ ഒരു കാര്യം ചെയ്തതിൽ നിന്ന് അവരിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു താങ്ക്സ് പോലും ലഭിക്കില്ല എന്നുള്ളതൊരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവരെ എന്തൊരു കാര്യവും പിന്നെ ഒരു അപേക്ഷയുടെ രൂപത്തിൽ അല്ലെങ്കിൽ റിക്വസ്റ്റിൻ്റെ അപ്പുറത്തേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. പിന്നെ നമ്മളോടൊരു ഒപ്പീനിയൻ ചോദിക്കില്ല. കാരണം അവരുടെ ഉള്ളിൽ അല്ലെങ്കിൽ അവരുടെ മുൻപിൽ നമ്മുടെ അടുത്ത് എല്ലാ കാര്യവും നടക്കും എന്നുള്ളൊരു ചിന്ത വരും എന്നുള്ളതാണ്. സോ നമുക്ക് സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മുടെ ഒരു ടൈം സ്കെഡ്യൂൾ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ളൊരു ടൈം എപ്പോഴും ക്രിയേറ്റ് ചെയ്യുക. എല്ലാവരെയും എല്ലാ കാര്യത്തിലും നമ്മളിലേക്ക് വെൽക്കം ചെയ്യാതിരിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ്. എന്തും നടക്കും, ഏതും നടക്കും എന്ന് ഒരാളുടെ മനസ്സിലും നമ്മളെപ്പറ്റി ഒരു ഒപ്പീനിയൻ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. 5ാമത്തെ പോയിന്റാണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്, എപ്പോഴും അവൈലബിൾ ആവാതിരിക്കുക. എപ്പോഴും എല്ലാവർക്കും മുമ്പിൽ ഞാൻ അവൈലബിൾ ആണ്, എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിച്ചോ, ഞാൻ വരാം, എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കും, എപ്പോൾ വിളിച്ചാലും ചെല്ലും, എപ്പോൾ വിളിച്ചാലും ആ ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ നമ്മൾ റെഡിയാണ്. ഫോൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചില ടാസ്കുകൾ അസൈൻ ചെയ്യുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ആ ആൾ റെഡിയാണ് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകൾ അവരുടെ സ്വന്തം കാര്യം മാറ്റി വെച്ചിട്ടായിരിക്കും അവൈലബിൾ ആവുക എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ദിവസം അല്ലെങ്കിൽ 20 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളിപ്പോൾ ഫ്രീ ആണോ എന്നുള്ള കാര്യം പോലും അവർ ചോദിക്കില്ല. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്ന ആൻസർ അവർ ഓൾറെഡി എക്സ്പെക്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ അതിനോട് അവർ യൂസ്ഡ് ആയി പോകും. എപ്പോൾ വിളിച്ചാലും കിട്ടും, ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും കിട്ടും എന്നുള്ളൊരു ചിന്ത നമ്മളെ പറ്റി വരും എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ നമ്മളെ തന്നെ ചൂസ് ചെയ്യണം. മറ്റുള്ളവരുടെ കാര്യത്തിൻ്റെ അപ്പുറം ഞാനിപ്പോൾ ബിസിയാണ്, എനിക്കിത് ചെയ്യാൻ പറ്റില്ല, അയ്യോ എനിക്കിപ്പോൾ പോകാൻ പറ്റില്ല കേട്ടോ, 2 ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ ഫ്രീ ആവുള്ളൂ, എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എനിക്ക് തീർക്കാനുണ്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ ഫ്രീ ആവുള്ളൂ, അപ്പോൾ നീ ഓക്കെ ആണെങ്കിൽ ഞാൻ വേണമെങ്കിൽ വരാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് ശീലിക്കണം, ചെയ്ത് ശീലിക്കണം. പകരം നമ്മൾ ചിന്തിക്കുക എന്താണെന്നറിയോ, നമ്മളെപ്പോഴും അവൈലബിൾ ആയി കഴിയുമ്പോൾ അവർക്ക് നമ്മളോടൊരു സ്നേഹം ഉണ്ടാകും, ഇഷ്ടം ഉണ്ടാകും എന്നുള്ളതൊക്കെയാണ്. പക്ഷെ അല്ല, അത് എങ്ങോട്ടാകും എത്തിച്ചേരാന്ന് വെച്ച് കഴിഞ്ഞാൽ നനഞ്ഞിടം കുഴിക്കുക എന്നുള്ളൊരു പ്രയോഗമുണ്ട്. അവിടെ എന്ത് വേണമെങ്കിലും നടക്കും, എത്ര വേണമെങ്കിലും കുഴിച്ചു പോകാം, എന്ത് വേണമെങ്കിലും ചോദിക്കാം, എന്ത് വേണമെങ്കിലും സംസാരിക്കാം എന്നുള്ള ഒരു ഇമേജിലേക്ക് നമ്മളെ എത്തിക്കും എന്നുള്ളതാണ്. വില കളയാൻ ഇത്രയും മോശമായിട്ടൊരു കാര്യം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിനോട് തന്നെ കൂട്ടി വായിക്കാവുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ചില വ്യക്തികളുടെ പിന്നാലെ നമ്മൾ നടക്കുക എന്നുള്ളതാണ്. ചിലർ നമ്മളെ അങ്ങ് അവോയ്ഡ് ചെയ്യും, നമ്മളും ചിലവരെ അവോയ്ഡ് ചെയ്യും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വ്യക്തികളായിട്ട് നമ്മൾ കണക്റ്റഡ് ആവില്ല. കാരണം എല്ലാ മനുഷ്യന്മാരുടെയും ക്യാരക്ടേഴ്സ് ഡിഫറെൻ്റ് ആണ്, എല്ലാ മനുഷ്യരുടെയും ഇഷ്ടങ്ങളും ഇഷ്ടക്കേടും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ചില സമയത്ത് നമുക്ക് അവരായിട്ട് ചേർന്ന് പോകാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ടാകും. അപ്പോൾ ചില ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ചില ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, പതുക്കെ നമ്മുടെ രീതിയും അവരുടെ രീതിയും തമ്മിൽ ചേർന്ന് പോകാൻ പറ്റാത്ത സമയത്ത് നമ്മൾ അവരിൽ നിന്ന് അകലം പാലിക്കും. ചിലപ്പോൾ സമയത്ത് അവർ വിളിച്ചാൽ നമ്മൾ എടുക്കില്ല, അവർ കാണണം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ അവൈലബിൾ ആവാതെ നോക്കും. പതുക്കെ നമ്മൾ അവരിൽ നിന്നൊരു അകലം പാലിക്കും, നമ്മുടെ കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്യാതെ വരും. അങ്ങനെയുള്ള സമയത്ത് വീണ്ടും അവരിലേക്ക് ചെല്ലാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു 2-3 വട്ടമൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെയും വിളിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ എന്തതിനിങ്ങനെ വിളിക്കണമെന്നൊരു സാധനം വരില്ലേ,
അത് നമ്മുടെ വില അപ്പുറത്ത് ഇല്ലാതാകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. ആളുകൾക്ക് വേണ്ട, അല്ലെങ്കിൽ ഒരു സമയത്ത് അവർ നമ്മളെ അവോയ്ഡ് ചെയ്യുന്നു, അവർക്ക് നമ്മളെ വേണ്ട, നമ്മുടെ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നില്ല, ഒരു ശല്യം ഇമേജിലേക്ക് പോകുന്നുണ്ട് എന്നൊരു തോന്നൽ വന്ന സെക്കൻഡിൽ നമ്മൾ ഗ്യാപ്പ് ഇടണം. പിന്നീട് അങ്ങോട്ടേക്ക് ചെല്ലരുത്, ഒരു നോട്ടം കൊണ്ട് പോലും അങ്ങോട്ടേക്ക് എത്തിച്ചേരരുത് എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ ആളുകൾക്ക് താല്പര്യമില്ലാത്തതുണ്ടാവും, അതിന് വേണ്ടിയിട്ട് അവരെ നമ്മൾ കമ്പൽ ചെയ്യരുത്. ചില സ്ഥലത്തേക്ക് പോകാൻ അവർക്ക് ചിലപ്പോൾ ഇഷ്ടമുണ്ടായിരിക്കില്ല. സോ നമ്മൾ വീണ്ടും വീണ്ടും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് അവരുടെ ഇഷ്ടങ്ങളുണ്ടായിരിക്കും, അവരുടെ പേഴ്സണൽ സ്പേസിൽ അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. വീണ്ടും വീണ്ടും നമ്മളെ നിർബന്ധിക്കുന്നതിൽ നിന്ന്, വീണ്ടും വീണ്ടും അതെന്തായി ഇതെന്തായി ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നതിൽ നിന്ന് നമ്മുടെ ഒരു വിലയാണ് അവിടെ ഇല്ലാതാകുന്നത്. വീണ്ടും വരുന്നുണ്ട്, വീണ്ടും ചോദിക്കുന്നുണ്ട്, വീണ്ടും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഒരാളുടെ മനസ്സിൽ അല്ലെങ്കിൽ ഒരാളുടെ ചിന്തയിൽ നമ്മളെ പറ്റിയൊരു മോശം ഇമേജ്, ഒരു ശല്യം ഇമേജ്, ഡിസ്കസ്റ്റിംഗ് ആണ്, ഡിസാസ്റ്റർ ആണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മളെ എത്തിക്കാതിരിക്കുക എന്നുള്ളതിൽ ഈ പോയിൻ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ് കേട്ടോ. 7ാമത്തെ പോയിന്റ് വളരെ രസകരമായിട്ടുള്ളൊരു പോയിൻ്റാണ്. ചില ആളുകളെ കണ്ടിട്ടില്ലേ, എന്ത് പറഞ്ഞാലും പറയും അയ്യോ ഞാൻ മറന്നു, ഞാൻ ഓർത്തില്ല എന്ന് പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഒന്നും ഓർത്ത് വയ്ക്കില്ല. ഒരു 3, 4, 5 തവണയൊക്കെ നമ്മൾ അവരെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. അതെന്തായി ഇതെന്തായി, ഞാൻ ആ പറഞ്ഞ കാര്യം നീ ചെയ്തോ, അല്ലെങ്കിൽ നീ ആ പൈസ അയച്ചോ, നീ ആ കാര്യം അവരോട് പറഞ്ഞോ, നീ ആ കാര്യം എടുത്തു വെച്ചോ. ഈ ഓരോ തവണ പറയുമ്പോഴും അവർ പറയും അയ്യോ ഞാൻ മറന്നു, ഇപ്പം തന്നെ ചെയ്യാം. പക്ഷെ അവർ ചെയ്യില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ലേസി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർ ആ കാര്യത്തിന് അത്രയും ഇമ്പോർട്ടൻസേ കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ്. എൻ്റെ അടുത്ത് അങ്ങനെ പെരുമാറിയിട്ടുള്ള ആളുകളുണ്ട് കേട്ടോ. ആ വ്യക്തികളെ പറ്റി എൻ്റെ മനസ്സിലുള്ള ഇമേജ് എന്ന് പറയുന്നത് അത്രയും മോശം ഇമേജാണ്. ജീവിതത്തിൽ ഒരു തരത്തിലും ഒരു ഉത്തരവാദിത്വമില്ലാത്ത ആളുകളാണ്. നമ്മൾ പറയുന്ന കാര്യത്തിന് അത്രമാത്രം ഇമ്പോർട്ടൻസ്, ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ആളുകളാണ്. പറഞ്ഞ വാക്കിന് വിലയില്ലാത്ത ആളുകളാണ്. പറഞ്ഞ കാര്യം പറഞ്ഞ സമയത്ത് ചെയ്യാതിരിക്കുന്ന ആളുകളാണ്. ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിക്കാൻ പറ്റില്ല, വിശ്വസിച്ചൊരു കാര്യം പറയാൻ പറ്റില്ല. കാരണം അവർ മറന്നു പോകും. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് അവരെ ഏൽപ്പിക്കാൻ പറ്റില്ല. കാരണം അവർ അത് അത്രയും സീരിയസ് ആയിട്ട് അവരിലേക്ക് എടുക്കില്ല. അല്ലെങ്കിൽ അഥവാ നമ്മൾ തന്നെ ചിന്തിക്കും, നീ അവൻ്റെ അടുത്താണോ പറഞ്ഞേ, നടക്കാൻ പോണില്ല, വേറൊരാളെങ്കിലും ബാക്കപ്പ് ഏൽപ്പിക്കുക, അല്ലെങ്കിൽ വേറൊരാളുടെ അടുത്ത് പറയേ എന്നുള്ളത് ഇവരെ പറ്റി ഒരു തേർഡ് സർക്കിളിലത് പറയേണ്ട ഒരു സിറ്റുവേഷൻ ആകും. അത്രയും വിലയെ അവർക്ക് ഉണ്ടാവുള്ളൂ. കാരണം എന്തൊരു കാര്യത്തിനാണെങ്കിലും അവരത് ശ്രദ്ധിക്കില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കില്ല, ഒരു റിമൈൻഡർ ഇടില്ല, ഒന്നും ചെയ്യില്ല. അവർ ഓർത്താൽ ചെയ്തു, ഇല്ലെങ്കിൽ ചെയ്തില്ല, അങ്ങനെയാണ്. ഏറ്റവും അവസാനത്തെ പോയിൻ്റാണ്, എന്നാൽ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. എവിടെ എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, സ്ഥലകാല ബോധം ഇല്ലാത്ത, ഔചിത്യ ബോധമില്ലാത്ത ആളുകളെന്ന് പറയുന്നത്. എവിടെ എങ്ങനെ സംസാരിക്കണം എന്ന് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന ആളുകളുടെ അടുത്തൊക്കെ വളരെ വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ വളരെ ഫ്രീ ആയിട്ട് നമ്മുടേതായിട്ടുള്ളൊരു സ്പേസിൽ സംസാരിക്കുന്ന ചില വാക്കുകൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അത് എപ്പോഴും നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു മിതത്വം പാലിക്കുക എന്നുള്ളത് തന്നെയാണ്. എത്ര അറിയാമെങ്കിലും ചില വാക്കുകൾ, ചില കാര്യങ്ങൾ, ചില ടോപ്പിക്സ് നമ്മൾ ബോധപൂർവം അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ചെയ്യാതെ നമ്മൾ സ്ഥലകാല ബോധമില്ലാതെ എല്ലാ സ്ഥലത്തും ഒരുപോലെ പെരുമാറുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. പ്രൊഫഷണൽ ആയിട്ടുള്ള സ്ഥലത്ത് ഒരു കാഷ്വലായിട്ട് സംസാരിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. സ്വല്പം റെസ്പെക്റ്റ് കൊടുക്കേണ്ട ആളുകളുടെ അടുത്ത് വളരെ കൂൾ മൈൻഡോട് കൂടി സംസാരിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തോ വലിയ കാര്യമാണ് ചെയ്യുന്നത്, ഞാൻ അത്രയും ഫ്രീ ആകുമ്പോൾ എൻ്റെ വില കൂടുന്നു എന്നുള്ളതാണ് കരുതുന്നതെങ്കിൽ തെറ്റാണ്. നമ്മൾ ചില ഒക്കേഷൻസിൽ നമ്മളത് അങ്ങനെ തന്നെ ചെയ്യണം. ചില വ്യക്തികളോട് അങ്ങനെ തന്നെ പെരുമാറണം. ചില വ്യക്തികളോട് സംസാരിക്കാൻ പാടില്ലാത്ത ചില സർക്കിളിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത ടോപ്പിക്സ്, ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകൾ, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഏതൊരു സ്ഥലത്ത്, ഏതൊരു കാലത്ത്, ഏതൊരു സമയത്ത് ഇന്നിന്ന കാര്യങ്ങൾ പെരുമാറണം, ഇന്നിന്ന കാര്യങ്ങൾ പറയണം, ഇന്നിന്ന കാര്യങ്ങൾ ഒഴിവാക്കണം എന്നൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഫോളോ ചെയ്താലാണ് നമുക്കൊരു കോമൺ സെൻസ് ഉള്ള ആളുകൾ പെരുമാറുന്ന പോലെ നമുക്ക് പെരുമാറാൻ പറ്റുള്ളൂ. ഒരു 8 പോയിൻ്റാണ് ഞാനിവിടെ പറഞ്ഞത്. ഒന്നിരുന്ന് ആലോചിച്ചപ്പോൾ തോന്നിയ ഒരു 8 പോയിൻ്റാണ്. ഇതല്ലാതെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ ഉൾപ്പെടുത്തേണ്ടാത്ത കാര്യങ്ങളാണ്. ഞാൻ ചിലപ്പോൾ പറ്റുവാണെങ്കിൽ കമൻറ്റിൽ ഇത് പിൻ ചെയ്ത് വെക്കാം, അങ്ങനത്തെ പോയിൻറ്റ്സ്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എന്തായാലും ഉണ്ടാകും. കാരണം ഇത് അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ്. സോ ആ പോയിൻ്റൊക്കെ കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇതുവരെ കണ്ടു വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. സോ പുതിയ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം. ബൈ.